മലയാള സിനിമയിലൂടെ കരിയർ ആരംഭിച്ച് തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ മിന്നും താരമായി മാറിയ നടിയാണ് കീർത്തി സുരേഷ്. അമ്മയും നടിയുമായ മേനക സുരേഷിന്റെയും അച്ഛനും നിർമ്മാതാവുമായ സുരേഷ് കുമാറിന്റെയും പാതയിലൂടെയാണ് കീർത്തി സുരേഷും സിനിമയിലേക്ക് എത്തുന്നത്. മലയാളത്തിലായിരുന്നു കീർത്തി സുരേഷ് ആദ്യം അഭിനയിക്കുന്നത്. പിന്നീട് തെലുങ്കിലും തമിഴിലുമെല്ലാം തിരക്കുള്ള നായികയായി മാറുകയായിരുന്നു കീർത്തി സുരേഷ്. ഇതിഹാസ താരം സാവിത്രിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നാഗശ്വൻ സംവിധാനം ചെയ്ത മഹാനടി എന്ന തെലുഗു സിനിമയിലെ പ്രകടനത്തിന് 2018 മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അടക്കം കീർത്തി സുരേഷിനെ തേടിയെത്തി. ദുൽഖർ സൽമാൻ ആയിരുന്നു ഈ ചിത്രത്തിൽ ജെമിനി ഗണേഷിന്റെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചെത്തിയത്. ദുൽഖർ സൽമാന്റെ തെലുഗു അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു മഹാനടി. ഈ ഒരു ചിത്രത്തിന് ശേഷം കീർത്തി സുരേഷിന് കൈനിറയ സിനിമകളായിരുന്നു വന്നത്. കീർത്തി സുരേഷിന്റെ ആദ്യ ബോളിവുഡ് ചിത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബേബി ജോൺ. വരുൺ ധവാനാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. അറ്റ്ലി കുമാർ സംവിധാനം ചെയ്ത് വിജയ് നായകനായി എത്തിയ തമിഴ് ചിത്രം തെരിയുടെ ഹിന്ദി റീമേക്കാണ് ബേബി ജോൺ. സാമന്തരുത് പ്രഭു ആയിരുന്നു തെരിയിൽ നായികയായി എത്തിയത്. തെരി സംവിധാനം ചെയ്തതും അറ്റ്ലി കുമാർ ആയിരുന്നു. തെരി എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ചത്ര സ്വീകാര്യത ബേബി ജോണിന് ബോളിവുഡിൽ ലഭിക്കുന്നില്ല. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. അതേസമയം തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ തിരക്കുകൾക്കിടെയാണ് കീർത്തി സുരേഷ് ബോളിവുഡിലേക്കും കടക്കുന്നത്. അരങ്ങേറ്റ ചിത്രം പരാജയപ്പെട്ടെങ്കിലും കീർത്തി സുരേഷ് ബി ടൗണിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. ബോളിവുഡ് ഹീറോയിൻ മെറ്റീരിയൽ ആകുവാൻ കീർത്തി സുരേഷിന് സാധിക്കുമെന്ന് ആരാധകർ ഒന്നടങ്കം പറയുന്നുണ്ട്. സ്വന്തം ശബ്ദത്തിലാണ് കീർത്തി സുരേഷ് ബേബി ജോൺ ഡബ് ചെയ്തതും. ഈ ബോളിവുഡ് ചിത്രത്തിന് വേണ്ടി ഗ്ലാമറസായി അഭിനയിക്കുവാനും കീർത്തി സുരേഷ് തയ്യാറാവുകയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ബി ടൗണിലെ ചില നടന്മാർ കീർത്തി സുരേഷിനെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഇതേക്കുറിച്ച് കീർത്തി സുരേഷിന്റെ ആദ്യ ബോളിവുഡ് ചിത്രത്തിലെ നായകനും ബോളിവുഡ് യൂത്ത് ഐക്കണുമൊക്കെയായ നടൻ വരുൺ ധവാൻ പറയുന്ന വാക്കുകൾ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയെടുക്കുന്നു. ബേബി ജോൺ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് കാമുകൻ ആന്റണി തട്ടിലിനെ വിവാഹം ചെയ്യുവാൻ കീർത്തി സുരേഷ് തീരുമാനിച്ചതെന്ന് നടൻ പറയുന്നുണ്ട്. മുംബൈയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഹീറോകൾ കീർത്തി സുരേഷിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് തനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നുവെന്നാണ് വരുൺ ധവാൻ പറയുന്നത്. ഇതാ ഇവളുടെ നമ്പർ എന്ന് പറയുവാൻ തനിക്ക് അവരോട് ആവില്ലായിരുന്നുവെന്നും വരുൺ ധവാൻ പറയുന്നുണ്ട്. കീർത്തിയുടെ കാര്യത്തിൽ ശ്രദ്ധ നൽകേണ്ടത് തന്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്നും വരുൺ ധവാൻ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം പുതിയ ചിത്രമായ ബേബി ജോണിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കിടെയാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ താരങ്ങൾ നടത്തിയിരിക്കുന്നത്. ഏറെ വർഷങ്ങളായി പ്രണയത്തിലായിരുന്ന ആന്റണി തട്ടിലിനെയാണ് കീർത്തി സുരേഷ് വിവാഹം കഴിച്ചത്. ആന്റണി തട്ടിലുമായുള്ള പ്രണയം സ്വകാര്യമായി സൂക്ഷിച്ചതിനെ കുറിച്ചും കീർത്തി സുരേഷ് ഈ അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. താനുമായി ഏറെ അടുപ്പമുള്ളവർക്ക് തന്റെ പ്രണയബന്ധം അറിയാമായിരുന്നു എന്നാണ് കീർത്തി സുരേഷ് പറയുന്നത്. സംവിധായകൻ ആറ്റ്ലിക്കും ഭാര്യയ്ക്കും അറിയാമായിരുന്നു. വരുൺ ധവാനും തന്നെ പരിചയപ്പെട്ടതു മുതൽ തന്റെ പ്രണയബന്ധം അറിയാമെന്നുമാണ് കീർത്തി സുരേഷ് പറയുന്നത്. മാത്രമല്ല പ്രണയബന്ധം സ്വകാര്യമായി സൂക്ഷിക്കുവാനാണ് താനും ആന്റണിയും ശ്രമിച്ചിരുന്നതെന്നും കീർത്തി സുരേഷ് പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബർ 12-നാണ് കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരാകുന്നത്. 15 വർഷം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു ഇവരുടെ വിവാഹം. പഠിക്കുന്ന കാലം തൊട്ട് തന്നെ അറിയുന്നവരാണ് കീർത്തി സുരേഷും ആന്റണി തട്ടിലും. ബിസിനസ്സുകാരനാണ് ആന്റണി തട്ടിൽ. കീർത്തി സുരേഷ് പ്രണയത്തിലാണെന്ന് പലതവണ ഗോസിപ്പ് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും എന്നാൽ അന്നൊന്നും ആന്റണി തട്ടിലിന്റെ പേര് നടിയുടെ പേരിനൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ എവിടെയും കണ്ടില്ല. 32-ാമത്തെ വയസ്സിലാണ് കീർത്തി സുരേഷ് ഇതിന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഗോവയിൽ വെച്ച് വളരെ അത്യാഡംബരപൂർവമായ ഒരു ഇന്റിമേറ്റ് വെഡിംഗ് ആയിരുന്നു കീർത്തി സുരേഷിന്റേത്. പരിമിതപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണമുണ്ടായിരുന്നതും. മീഡിയയ്ക്ക് പോലും അകത്തേക്ക് കടക്കുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അതേസമയം ഗീതാഞ്ജലി എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് കീർത്തി സുരേഷ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. നടി മേനകയുടെയും നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും മകളാണ് കീർത്തി സുരേഷ്. ഗോവയിൽ വെച്ച് ആഘോഷപൂർവ്വമാണ് കീർത്തിയുടെ വിവാഹം നടന്നത്. ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹ ചടങ്ങുകൾ നടന്നു. വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുക്കുവാനെത്തി. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കീർത്തി സുരേഷ് തന്റെ ഏറ്റവും പുതിയ ചിത്രവും ബോളിവുഡിലെ അരങ്ങേറ്റ ചിത്രവുമായ ബേബി ജോണിന്റെ പ്രൊമോഷൻ എത്തിയതും ആരാധകരുടെ ശ്രദ്ധ കവർന്നിരുന്നു. അതേസമയം മലയാളം, തമിഴ്, തെലുങ്ക് ഇൻഡസ്ട്രികളിൽ ഒരേ സമയം സിനിമകൾ ചെയ്യുന്ന കീർത്തി സുരേഷ് നിലവിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം താരമൂല്യമുള്ള നായക നടിമാരിൽ ഒരാളാണ്. ബേബി ജോൺ എന്ന സിനിമയിലൂടെ അടുത്തിടെ കീർത്തി ബോളിവുഡിലും അരങ്ങേറിയിരിക്കുകയാണ്. സിനിമ പണ്ട് മുതൽ തന്നെ കീർത്തി സുരേഷ് ലക്ഷ്യം വെച്ചിരുന്ന ഒന്ന് തന്നെയായിരുന്നു. അങ്ങനെയാണ് കോളേജ് പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ അഭിനയത്തിൽ ഭാഗ്യം പരീക്ഷിക്കാമെന്ന് കീർത്തി സുരേഷ് തീരുമാനിക്കുന്നത്. എന്നാൽ പക്ഷേ അച്ഛനും നിർമ്മാതാവുമായ ജി സുരേഷ് കുമാർ മനസ്സിലാ മനസ്സോടെയാണ് മകളെ അഭിനയിക്കുവാൻ വിടുന്നത്. മോഹൻലാൽ ചിത്രം ഗീതാഞ്ജലി ആയിരുന്നു ആദ്യ സിനിമ. പ്രിയദർശൻ സംവിധാനം ചെയ്ത് 2013-ൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ഗീതാഞ്ജലി. അഭിലാഷ് നേരാണ് ഈ ഹൊറർ ത്രില്ലർ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത്. മോഹൻലാൽ, നിഷാൻ, കീർത്തി സുരേഷ്, സ്വപ്ന മേനോൻ, സിദ്ദിഖ്, മധു, ഇന്നസെന്റ്, ഗണേഷ് കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1993-ൽ പുറത്തിറങ്ങിയ ഫാസിൽ മധുമുട്ടം ടീമിന്റെ മണിച്ചിത്രത്താഴ് എന്ന ഹിറ്റ് സിനിമയുടെ സ്പിൻ ഓഫ് ആയി പ്രൊമോട്ട് ചെയ്യപ്പെട്ടെങ്കിലും എലിഫന്റ് ക്യാൻ റിമെമ്പർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി 2007-ൽ പുറത്തിറങ്ങിയ തായ് ചിത്രമായ എലോണിന്റെ ഔദ്യോഗിക റീമേക്ക് ആയിരുന്നു ഗീതാഞ്ജലി.
ഈ ചിത്രത്തിൽ ഗീത, അഞ്ജലി എന്നീ ഇരട്ട സഹോദരിമാരുടെ കഥാപാത്രങ്ങളെയാണ് കീർത്തി സുരേഷ് അവതരിപ്പിച്ചത്. മണിച്ചിത്രതാഴ് എന്ന ചിത്രത്തിലെ ഡോക്ടർ സണ്ണി ജോസഫ് എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഗീതാഞ്ജലിയിൽ അവതരിപ്പിച്ചത്. ഇതേ ചിത്രത്തിലെ തന്നെ നകുലൻ എന്ന കഥാപാത്രത്തെ സുരേഷ് ഗോപി ഗീതാഞ്ജലിയിൽ ഒരു അതിഥി വേഷത്തിലും അവതരിപ്പിച്ചെത്തി. എന്നാൽ പക്ഷേ മണിച്ചിത്രത്താഴും സണ്ണിയും നകുലനുമൊക്കെ ഹിറ്റായിരുന്നുവെങ്കിൽ പോലും ഗീതാഞ്ജലി എന്ന ചിത്രവും കീർത്തി സുരേഷും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. പിന്നീട് അന്യഭാഷകളിലേക്ക് ചേക്കേറിയതിനു ശേഷമാണ് കീർത്തി സുരേഷിന്റെ തലവര മാറുന്നത്. ഗീതാഞ്ജലി മുതൽ പെൻഗിൻ വരെയുള്ള സിനിമകളിൽ കീർത്തി സുരേഷ് ഒരു ക്യൂട്ട് ചബ്ബി നായികയായിരുന്നുവെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ. ആ ഒരു ചബ്ബി ലുക്ക് തന്നെ കീർത്തിക്കൊരു അഴകുമായിരുന്നുവെന്നും ആരാധകർ പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ 2020 പുറത്തിറങ്ങിയ തെലുഗു ചിത്രം മിസ് ഇന്ത്യ മുതൽ നടിയുടെ ശരീരത്തിൽ ആകെ മൊത്തം ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. മിസ് ഇന്ത്യ എന്ന ചിത്രത്തിൽ കീർത്തി സുരേഷ്, ജഗപതി ബാബു, രാജേന്ദ്ര പ്രസാദ്, നരേഷ്, നാദിയ, നവീൻ ചന്ദ്ര എന്നിവരാണ് പ്രധാന വേഷങ്ങൾ അഭിനയിച്ചത്. മാനസ സമായുക്ത എന്ന കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ കീർത്തി സുരേഷ് അവതരിപ്പിച്ചത്. മിസ് ഇന്ത്യയിൽ ശരീരഭാരം കുറച്ച് സ്ലിം ബ്യൂട്ടി ആയിട്ടാണ് കീർത്തി സുരേഷ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ പക്ഷേ ആരാധകരിൽ ആർക്കും അത്ര കണ്ട് കീർത്തി സുരേഷിന്റെ ഈ ഒരു പുത്തൻ ലുക്ക് ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. പിന്നീട് ഇതുവരേക്കും കീർത്തി സുരേഷ് ഫിറ്റ്നസ് വിട്ട് കളിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ കൃത്യമായ ഡയറ്റും വർക്കൗട്ടും എല്ലാം ചെയ്തുകൊണ്ട് ശരീരഭാരം കൂടാതെ ഫിറ്റ്നസ് നിലനിർത്തുവാൻ വേണ്ടതെല്ലാം തന്നെ കീർത്തി സുരേഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ പക്ഷേ മിസ് ഇന്ത്യ സിനിമയ്ക്ക് വേണ്ടി മകൾ ശരീരഭാരം കുറച്ചതല്ല എന്നും ഫുഡ് പോയിസൺ വന്ന് 15 ദിവസത്തോളം അസുഖബാധിതയായി കിടന്നതിന്റെ പരിണിത ഫലമായിരുന്നു നടി മെലിയാൻ കാരണമെന്നാണ് അമ്മയും നടിയുമൊക്കെയായ മേനക മുൻപൊരിക്കൽ പറഞ്ഞിരുന്നത്. മുൻപ് കീർത്തിയുടേത് ചബിയായിട്ടുള്ള ശരീരപ്രകൃതമായിരുന്നു. വണ്ണം കൂടിയാൽ തടി വെച്ചെന്ന് പരാതി പറയും. വണ്ണം കുറച്ചാലോ വല്ലാതെ മെലിഞ്ഞു പോയെന്ന പരാതിയും വരും. മാത്രമല്ല പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുവാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ സമയമുണ്ടാകില്ല എന്നും നമുക്ക് വേണ്ടി വേണം നമ്മൾ ജീവിക്കാനെന്നും അന്ന് മേനക കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം മിസ് ഇന്ത്യ എന്ന സിനിമയുടെ സമയത്താണ് കീർത്തി ശരീരഭാരം കുറച്ച് മെലിയുന്നത്. വണ്ണം കുറയ്ക്കുവാൻ വേണ്ടി ഒന്നും കീർത്തി ആ സമയത്ത് ചെയ്തിട്ടില്ല എന്നും ഹൈദരാബാദിൽ നിന്നും ഏതോ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ അത് ശരീരത്തിൽ പിടിച്ചില്ല. പിന്നീട് 10-15 ദിവസം ശാരീരികമായി സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു കീർത്തി. മാത്രമല്ല കുറച്ച് വണ്ണമുള്ള ശരീരപ്രകൃതിയാണെങ്കിൽ അത് എപ്പോഴും ഒരു അഴകാണെന്നും സൗത്ത് ഇന്ത്യൻ കൾച്ചർ തന്നെ ചബിയായി ഭംഗിയായി ഇരിക്കുന്നതാണല്ലോ എന്നുമാണ് മേനക അന്ന് പറഞ്ഞത്. അതേസമയം ഇപ്പോഴുള്ള ശരീരവണ്ണത്തിൽ താൻ കംഫർട്ടാണ്. ഇപ്പോൾ തനിക്കിഷ്ടമുള്ള വേഷങ്ങൾ ധരിക്കുവാൻ തനിക്ക് സാധിക്കുന്നുണ്ട്. മുൻപെന്നാൽ അതിന് തനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പക്ഷേ ചില ആരാധകർക്ക് തന്റെ പഴയ ലുക്കാണ് ഇഷ്ടമെന്നും അത് അവരുടെ അഭിപ്രായമാണ്, അതിനെ താൻ തെറ്റായി കാണുന്നില്ല എന്നുമാണ് ശരീരഭാരം കുറച്ചതിനു ശേഷം മുൻപൊരിക്കൽ കീർത്തി സുരേഷ് പറഞ്ഞത്. അതേസമയം ശരീരഭാരം കുറച്ച് സ്ലിം ബ്യൂട്ടി ആയതോടുകൂടി കീർത്തിക്ക് ഒരു ബോളിവുഡ് ടച്ചും വന്നിരുന്നു. ബേബി ജോൺ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം തന്നെ ബോളിവുഡ് നടിമാരെ വെല്ലുന്ന ലുക്കിലാണ് കീർത്തി സുരേഷ് എത്തുന്നതും. ഏതായാലും താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കൂടി കാത്തിരിക്കുകയാണ് ആരാധകർ. രഘുതാത്തയാണ് തമിഴ് നടിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. നായികാ പ്രാധാന്യമുള്ള സിനിമകളാണ് തമിഴിൽ കീർത്തി സുരേഷ് കൂടുതലും ചെയ്യാറുള്ളത്. അതേസമയം ബോളിവുഡ് ചിത്രം ബേബി ജോണിൽ നടിക്ക് കാര്യമായി ഒന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ കീർത്തി സുരേഷ് സജീവമായിരുന്നു. ബേബി ജോണിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ നിന്നുമുള്ള കീർത്തി സുരേഷിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട്. മഞ്ഞച്ചരട് താലി അണിഞ്ഞിട്ടാണ് കീർത്തി സുരേഷ് പ്രൊമോഷൻ എത്തിയത്. നടൻ വരുൺ ധവാനൊപ്പവും മറ്റുമുള്ള കീർത്തിയുടെ ചിത്രങ്ങളാണ് വൈറലാകുന്നത്. ഹണിമൂൺ പോലും മാറ്റിവെച്ചുകൊണ്ടാണ് കീർത്തി സുരേഷ് തന്റെ ഏറ്റവും പുതിയ ബോളിവുഡ് ചിത്രത്തിനായി പ്രൊമോഷന് വേണ്ടി എത്തുന്നത്. താരത്തിന് ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് ആരാധകർ കൈയടിക്കുന്നുണ്ട്. എന്നാൽ പക്ഷെ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ നടിയെ വിമർശിക്കുകയും ചെയ്യുകയാണ്. താലിച്ചരടിനൊപ്പം ഗ്ലാമറസ് വേഷങ്ങൾ ധരിച്ചതിനാണ് താരം വിമർശനം നേരിടുന്നത്. വിവാഹിതയായതിനു പിന്നാലെ തന്നെ താലി ധരിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനൊപ്പം ചേർന്ന് നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നതും അടുത്ത് പെരുമാറുന്നതുമൊക്കെ സദാചാരവാദികളെ ചൊടിപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കീർത്തി സുരേഷിനെതിരെ മാധ്യമപ്രവർത്തകനായ ചെഗുവേരയും രംഗത്ത് വന്നിരുന്നു. കീർത്തി സുരേഷ് സംസ്കാരത്തെയും താലിയെയും ബഹുമാനിക്കുന്നില്ല എന്നാണ് ചെഗുവേര വിമർശിക്കുന്നത്. താലിക്കൊരു ആദരവുണ്ട്. ഓരോ സ്ത്രീയും മഞ്ഞച്ചരട് ഇതുപോലെയുള്ള മോശം വസ്ത്രത്തിന്റെ കൂടെ ധരിക്കാറില്ല. അഭിനയിക്കുമ്പോൾ താലി ഊരിവെക്കും. ഇത് പക്ഷേ പ്രൊമോഷൻ പരിപാടിയാണ്. മോശം വസ്ത്രത്തിനൊപ്പം താലി ധരിക്കുകയും വൃത്തികെട്ട രീതിയിൽ ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നത് സംസ്കാരത്തെ അപമാനിക്കലാണെന്നാണ് കീർത്തി സുരേഷിനെ വിമർശിച്ചുകൊണ്ട് ചെഗുവേര പറയുന്നത്. കീർത്തി സുരേഷിന്റെ വേഷവും ഡാൻസും എല്ലാം കാണുമ്പോൾ അറപ്പ് തോന്നുന്നുണ്ട്. സംസ്കാരത്തെ ബഹുമാനിക്കണം, അപമാനിക്കുവാൻ പാടില്ല എന്നും ചെഗുവേര കൂട്ടിച്ചേർക്കുന്നു. കീർത്തിയുടെ അമ്മ 100-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നിൽ പോലും അശ്ലീല രംഗങ്ങളിൽ അവർ അഭിനയിച്ചിട്ടില്ല. എന്നാൽ പക്ഷേ കീർത്തി ഇതിനോടകം തന്നെ നിരവധി സിനിമകളിൽ മോശം രംഗങ്ങൾ ചെയ്തു. വിവാഹത്തിന് മുൻപും അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വിവാഹത്തിന് ശേഷവും മറ്റൊരു നടനൊപ്പം മോശം രീതിയിൽ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളാണ് പ്രചരിക്കുന്നത്. ചിത്രങ്ങൾ കാണുന്നവർ കരുതുക ആ നടൻ കീർത്തിയുടെ ഭർത്താവാകുമെന്നാണെന്നും ചെഗുവേര പറയുന്നുണ്ട്. കീർത്തി സുരേഷ് ഇനിയും ഇതുപോലെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെങ്കിൽ ഉള്ള ബഹുമാനം കൂടി നഷ്ടമാകുമെന്നും കീർത്തിയുടെ ഭർത്താവും വിമർശനങ്ങൾ നേരിടുമെന്നും ചൂണ്ടിക്കാണിക്കുകയാണ് ചെഗുവേര. മാത്രമല്ല നയൻതാര കാരണം ഭർത്താവ് വിഘ്നേഷ് ശിവൻ ഒരുപാട് പഴി കേൾക്കുന്നുണ്ടല്ലോ. അതേ അവസ്ഥ തന്നെയായിരിക്കും ആന്റണിക്കുമെന്നുമാണ് ചെഗുവേര പറയുന്നത്. എന്നാൽ പക്ഷേ ബോളിവുഡിന്റെ സംസ്കാരമല്ല ദക്ഷിണേന്ത്യക്ക്. അവിടെ പോയി ഡാൻസ് കളിച്ച് നമ്മുടെ സംസ്കാരത്തെ അപമാനിക്കരുത്. കീർത്തി സുരേഷ് ചെയ്തത് വലിയ തെറ്റാണെന്നും ഇയാൾ വിമർശിക്കുകയാണ്.
അതേസമയം വിവാഹം കഴിഞ്ഞതിനു ശേഷവും കരിയറിൽ കീർത്തി സുരേഷ് തുടരുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. മലയാള സിനിമാ രംഗത്ത് കീർത്തി സുരേഷ് ഇന്നത്ര സജീവമല്ല. വാശിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ കീർത്തി സുരേഷിന്റെ മലയാള സിനിമ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.